എല്ലാവരെയും ചേർത്ത് നിർത്തി മുന്നോട്ട് പോകുവാൻ സാധിക്കുന്ന ഒരു ശുശ്രൂഷയായി കർത്താവ് ഈശോമിശിഹായുടെ ശുശ്രൂഷ തന്നെ തുടർന്ന് മുന്നോട്ട് പോവുക എന്ന ഒരു കാര്യത്തിലാണ് ഞാൻ ഊന്നൽ കൊടുക്കുക. അഭിപ്രായ വ്യത്യാസങ്ങളും ഭിന്നതകളുമൊക്കെ ഉണ്ടാകാമെങ്കിലും അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് സ്നേഹത്തോടെ തന്നെ എല്ലാവരെയും കാണാനും വെറും വാശിയൊന്നും കാണിക്കാതെ എല്ലാവരെയും ചേർത്ത് നിർത്തി സ്നേഹം പകർന്നു കൊടുത്ത് ജീവിക്കുക എന്നതാണ് ലക്ഷ്യം. പക്ഷേ അത്ര എളുപ്പമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എങ്കിൽ പോലും നമ്മുടെ ലക്ഷ്യം അതുതന്നെയാണ്. എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകണം എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. പ്രതീക്ഷിച്ചവരെ നമ്മളുടെ ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ പല മേഖലകളിലും പ്രത്യേകിച്ച് യുവജനങ്ങൾക്ക് വലിയ പ്രതിസന്ധികൾ നേരിടുന്നുണ്ട്. അവർക്ക് ഇവിടെ ഒരു ജോലി സാധ്യതകൾ ധാരാളം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ നിൽക്കാനുള്ള സാധ്യതകളുണ്ട്. പക്ഷേ നമുക്കത് ചൂണ്ടിക്കാണിക്കാൻ നമ്മുടെ കൈവശമില്ല എന്നതാണ് സത്യം. എങ്കിലും അവരെയൊക്കെ ചേർത്ത് നിർത്താൻ നമുക്ക് പരമാവധി പരിശ്രമിക്കണം. അതോടൊപ്പം തന്നെ പ്രത്യേകിച്ച് നമുക്കറിയാം പ്രായമായ ആളുകൾ മാത്രമാണ് ഇന്ന് നമ്മുടെ ഭവനങ്ങളിൽ കാണുന്നത്. അവർക്ക് പറ്റുന്ന ശുശ്രൂഷകൾ അവർക്ക് ഈ ഒരു കാലഘട്ടത്തിൻ്റെ ആവശ്യകതയാണ്. പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നമുക്കറിയാമല്ലോ, അവരുടെ വിശ്വാസ പൈതൃക പാരമ്പര്യങ്ങൾ നമ്മളുടെ സീറോ മലബാർ സഭയുടെ പൈതൃക പാരമ്പര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നൊക്കെ പറയുമ്പോൾ ഒരു കുറച്ച് പേർക്കെങ്കിലും അതൃപ്തിയുണ്ട്. കാരണം അവർ വർഷങ്ങൾക്ക് മുമ്പേ അവിടെ ചെന്ന് അവിടുത്തെ രൂപതകളുമൊക്കെയായി ഇഴുകിച്ചേർന്ന് ജീവിച്ചവരെ സംബന്ധിച്ചിടത്തോളം ഒരു പറിച്ച് നടലെന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. എങ്കിലും കുറേ ആളുകളൊക്കെ അതിലേക്ക് ഇപ്പോൾ കടന്നു വന്നിട്ടുണ്ട്. കുറച്ച് പേരൊക്കെ ഇപ്പം മാറി നിൽക്കുന്നുണ്ടെങ്കിലും ഒരു നല്ല ശതമാനം ആളുകളും ഈ ഒരു ശുശ്രൂഷയിലേക്ക് കടന്നു വരുന്നുണ്ട്. അവർക്ക് തനതായ രീതിയിലുള്ള ശുശ്രൂഷകൾ, പിന്നെ നമുക്കറിയാമല്ലോ പ്രായം ചെന്ന ആളുകളൊക്കെ അങ്ങനെയുള്ളവർക്കൊക്കെ ഈ ശുശ്രൂഷ പറ്റും, അല്ലെങ്കിൽ മുതിർന്നവർക്ക് പറ്റും. പക്ഷേ യുവജനങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മലയാളത്തിലുള്ള ശുശ്രൂഷകൾ അല്ലെങ്കിൽ മംഗ്ലീഷിലുള്ള ശുശ്രൂഷകൾ ഒരിക്കലും അവർക്കത് സ്വീകാര്യമായി വരുന്നില്ല. ഞങ്ങളൊക്കെ ഇവിടുന്ന് കോട്ടയത്തെ പുന്നത്തറയിൽ നിന്ന് കുടിയേറിയവരാണ്. 1944 പോയ ആളുകളാണ്. അപ്പോൾ എൻ്റെ ഗ്രാൻഡ് പേരൻസായിട്ട് പോയവരാണ്. അപ്പോൾ അന്ന് ഒത്തിരിയേറെ ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ട്. അവിടെ കുടിയേറ്റ ജനതയുടെ വേദന എന്താണെന്ന് വളരെ കൃത്യമായിട്ട് ഇന്നിപ്പോൾ പത്രമാധ്യമങ്ങൾ എഴുതുമ്പോൾ നമുക്കറിയാം വന്യമൃഗത്തിൻ്റെ ആക്രമണങ്ങളും അതുപോലെ കാര്യങ്ങളും ഒക്കെ പറയുമ്പോൾ വളരെ കൃത്യമായിട്ടത് മനസ്സിലാക്കാൻ സാധിക്കുന്ന സാഹചര്യങ്ങളാണ്. കാരണം 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഞാനന്ന് നമുക്ക് ഏറുമാടത്തിൽ കിടന്ന് പന്നിയെ ഓടിച്ചിട്ടാണ് സ്കൂളിലേക്ക് പോകുന്നത്. അപ്പം സ്കൂളിൽ പോയി നമുക്ക് വലിയ വിദ്യാഭ്യാസം നേടാനായിട്ട് സ്കൂളിൽ പോകണം. 4-5 കിലോമീറ്റർ നടന്ന് സ്കൂളിൽ പോകണം. അതും നമ്മൾ നടത്തും. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് പോകുന്നത്. അന്ന് പഠനമെന്ന് പറയുന്നൊരു സെക്കൻഡറി ആയിരുന്നു. മറ്റു കാര്യങ്ങൾ നമ്മൾ കാർഷിക കാര്യങ്ങൾ നടത്തുക, കന്നുകാലികളെ മേയ്ക്കുക, ഇതൊക്കെ നമ്മുടെ പ്രധാനപ്പെട്ട കാര്യങ്ങളായിട്ട് അന്ന് അക്കാലത്ത് അതേ ജീവിക്കാൻ നിവൃത്തി ഉണ്ടായിരുന്നുള്ളൂ. പിന്നീടാണ് നമ്മളുടെ പഠനത്തിലൊക്കെ ശ്രദ്ധ കൊടുത്ത് കുറച്ചുകൂടെയൊക്കെ മുന്നോട്ട് പോകണം. കാരണന്മാർ ചിന്തിക്കുന്നത് ഞങ്ങൾക്കോ വിദ്യാഭ്യാസം കിട്ടിയെന്നാൽ ഞങ്ങളുടെ മക്കൾക്കെങ്കിലും കിട്ടണം എന്നൊരു ബോധ്യത്തോടെ അവർ പല കാര്യങ്ങളൊക്കെ ചെയ്യാനും ഒക്കെ ശ്രദ്ധിച്ചത് അങ്ങനെയാണ്. ആ രീതിയിലാണ് അവർക്ക് പറ്റുന്നതുപോലെയുള്ള വിദ്യാഭ്യാസം കൊടുക്കാനും അവർ ശ്രദ്ധിച്ചിരുന്നു. കുടിയേറ്റ ജനതയുടെ വേദന തീർച്ചയായിട്ടും ഉൾക്കൊള്ളാനും മനസ്സിലാക്കുവാനും സാധിക്കും എന്ന് എനിക്ക് ഉറപ്പുണ്ടാകും. നമ്മുടെ പണ്ടത്തെ ഒരു നമസ്കാര പ്രാർത്ഥനകളുണ്ടല്ലോ, ഏത് ജൻസി ആയാലും എന്തായാലും ആ 153 ചോദ്യങ്ങളും ഒക്കെ ആയിട്ടുള്ളൊരു ക്രിസ്തീയ വേദോപദേശ പുസ്തകമുണ്ട്. ആ പുസ്തകം നമ്മുടെ കുട്ടികളെ എല്ലാവരെയും ഒന്ന് പഠിപ്പിച്ചെന്നാൽ മതപഠനത്തിൻ്റെ അടിസ്ഥാന കാര്യങ്ങൾ പൂർണ്ണമായിട്ട് അതിനകത്ത് കിട്ടും. അത് ഒരു സംശയവും കാര്യത്തിലില്ല. അവിടെ ജൻസി എന്ന് പറയുമ്പോഴേക്കും അവർക്ക് ഇതൊന്നും വേണ്ടെന്നോ ആവശ്യമില്ലെന്നോ അർത്ഥമില്ല. അവർ വേറൊരു രീതിയിൽ അതിനെ കാണുന്നു അല്ലെങ്കിൽ എടുക്കുന്നു എന്ന് മാത്രം ചിന്തിച്ചാൽ മതി. അവർക്കും ഇതൊക്കെ ആവശ്യമാണോ എന്ന് നമ്മൾ മനസ്സിലാക്കുക.